Dear students, ക്ലിനിക്കൽ ഡയാലിസിസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ യൂണിറ്റ് 2 ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. യൂണിറ്റ് 2-ൽ നമുക്ക് മാനേജ്മെൻറ്റ് ഓഫ് റീനൽ ബോൺ ഡിസീസസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ റീനൽ ബോൺ ഡിസീസസിനെ തന്നെയാണ് റീനൽ ഓസ്റ്റിയോ ഡിസ്ട്രോഫി എന്ന് നമ്മൾ പറയുന്നത്. മെയിനായിട്ട് നമ്മുടെ ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ള പേഷ്യൻസിൽ വരുന്ന ഒരു കോംപ്ലിക്കേഷനാണ് റീനൽ ഓസ്റ്റിയോ ഡിസ്ട്രോഫി എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് നമ്മുടെ മിനറൽ ആൻഡ് ബോൺ മെറ്റാബോളിസത്തിനൊക്കെയാണ് ബാധിക്കുന്നത്. അതുപോലെ തന്നെ കാൽസ്യം, ഫോസ്ഫറസ്, വൈറ്റമിൻ ഡി, പാരാതൈറോയ്ഡ് ഹോർമോൺ ലെവൽസ് ഇതിൻ്റെയൊക്കെ ഇംബാലൻസ് മൂലമാണ് നമുക്ക് ഈ ഒരു റീനൽ ബോൺ ഡിസീസസ് ഉണ്ടാവുന്നതിനുള്ള മെയിനായിട്ടുള്ള കാരണം. ഇതിൻ്റെ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ബോൺ പെയിൻ, അതായത് നമുക്ക് മാനേജ്മെൻറ്റ് ഓഫ് റീനൽ ബോൺ ഡിസീസ് ഇൻവോൾവ്സ് addressing this imbalance to prevent bone pain, fractures and cardiovascular complications. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള കാൽസ്യം, ഫോസ്ഫറസിൻ്റെയൊക്കെ ലെവൽസൊക്കെ കൃത്യമാക്കിയിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ ഡയാലിസിസ് പേഷ്യൻസിലെ ബോൺസിന് ഉണ്ടാകുന്ന വേദനയും അതുപോലെ തന്നെ അവരിലെ ഫ്രാക്ചേഴ്സ് പെട്ടെന്ന് വരുന്നത്, കാർഡിയോവാസ്കുലർ കോംപ്ലിക്കേഷൻസ് വരുന്നത്, ഇതിനൊക്കെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. താഴെ നമുക്ക് കുറച്ച് സ്ട്രാറ്റജീസ് തന്നിട്ടുണ്ട്. നമ്മുടെ റീനൽ ബോൺ ഡിസീസസിനെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഒന്നാമത്തത് അണ്ടർസ്റ്റാൻഡിങ് ദ പത്തോഫിസിയോളജി. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് വരുന്നത് ഹൈപ്പർ ഫോസ്ഫറ്റീമിയ കണ്ടീഷനാണ്. ഹൈപ്പർ ഫോസ്ഫറ്റീമിയ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഫോസ്ഫറസ് ലെവൽസ് ഇൻക്രീസ് ചെയ്യുന്ന കണ്ടീഷൻസ്. ഇത് മെയിനായിട്ട് വരുന്നത് എന്തുകൊണ്ടാണ്? ഡിക്രീസ്ഡ് ആയിട്ടുള്ള റീനൽ എക്സ്ക്രീഷൻ നടക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അതുവഴി നമുക്ക് കാൽസ്യം, ഫോസ്ഫറസും ഇംബാലൻസസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. രണ്ടാമത് വരുന്നത് ഹൈപ്പോ കാൽസ്യമയാണ്. ഹൈപ്പോ കാൽസ്യമia എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈറ്റമിൻ ഡി വളരെ കുറവായിട്ടാണ് നമ്മുടെ ശരീരത്തിൽ ആക്റ്റീവ് ആവുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ലോ സിറം കാൽസ്യം ലെവൽസ് കാണിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് സെക്കൻഡറി ഹൈപ്പർ പാരാതൈറോയിഡിസം. ഇതിൽ ലോ കാൽസ്യം ആൻഡ് ഹൈ ആയിട്ടുള്ള ഫോസ്ഫറസ് സ്റ്റിമുലേറ്റ് PTH റിലീസ് വിച്ച് ക്യാൻ ലീഡ് ടു ബോൺ റീസോപ്ഷൻ ആൻഡ് ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ബോൺ ഡിസീസസ്. ഇതും നമുക്ക് എന്തിനു കാരണമാവുന്നുണ്ട്? നമ്മുടെ ബോൺ ഡിസീസസ് ഉണ്ടാവാനായിട്ടുള്ള കാരണമാവുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഡയറ്ററി മാനേജ്മെൻ്റ് ആണ്. ഫോസ്ഫേറ്റ് റെസ്ട്രിക്ഷൻ ആണ് അതിൽ വരുന്നത്. ഡയറ്ററി സോഴ്സ് എന്ന് പറയുന്നത് ലിമിറ്റ് ഹൈ ഫോസ്ഫറസ് ഫുഡ്സ്. അപ്പോൾ നമുക്ക് ഹൈ ആയിട്ടുള്ള ഫോസ്ഫറസ് ഫുഡ്സ് നമുക്ക് കുറയ്ക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്? ഡയറി പ്രൊഡക്ട്സ്, നട്ട്സ്, സീഡ്സ്, പ്രോസസ്ഡ് ഫുഡ്സ് ആൻഡ് മീറ്റ്സ്. പിന്നെ ഇതൊക്കെ നമുക്ക് ഇതൊക്കെ ഫോസ്ഫറസിനെ നമ്മുടെ ശരീരത്തിലേക്ക് തരുന്നതാണ്. അതൊക്കെ ലിമിറ്റ് ചെയ്യുക. ഇതിൻ്റെ റെക്കമെൻഡഡ് ഇൻടേക്ക് എന്ന് പറയുന്നത് 800 തൊട്ടിട്ട് 1000 മില്ലിഗ്രാം പെർ ഡേ ആണ് നമ്മളൊരു ദിവസം കഴിക്കേണ്ടത്. നെക്സ്റ്റ് വരുന്നത് കാൽസ്യം ഇൻടേക്ക് ആണ്. കാൽസ്യത്തിൻ്റെ മെയിനായിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത് സോഴ്സസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീഫി ഗ്രീൻസ്, ഫോർട്ടിഫൈഡ് പ്രൊഡക്ട്സ് ഒക്കെയാണ്. റെക്കമെൻഡഡ് ഇൻടേക്ക് നമ്മൾ മെയിനായിട്ട് എയിം ചെയ്യുന്നത് 1000 തൊട്ട് 1500 മില്ലിഗ്രാം പെർ ഡേ ആണ് വരുന്നത്. പിന്നെ നമ്മുടെ പേഷ്യൻസിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് നമുക്കിതിൽ ചേഞ്ചസുകൾ വരുത്താം. നെക്സ്റ്റ് വരുന്നത് വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് അതിൻ്റെ ആക്ടിവേഷൻ വരുന്നത് പേഷ്യൻസിൽ ഇപ്പോൾ ക്രോണിക് ആയിട്ടുള്ള കിഡ്നി ഡിസീസുള്ള പേഷ്യൻസിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്റ്റീവായിട്ടുള്ള വൈറ്റമിൻ ഡി ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പോൾ ഇതുവഴി നമ്മുടെ ശരീരത്തിൽ ഹൈപ്പോ കാൽസ്യമia കണ്ടീഷനും സെക്കൻഡറി ഹൈപ്പർ പാരാതൈറോയിഡിസം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. മെയിനായിട്ട് വൈറ്റമിൻ ഡിയുടെ സോഴ്സുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാറ്റി ഫിഷ്, ഫോർട്ടിഫൈഡ് ഫുഡ്സ് ഒക്കെയാണ്. നെക്സ്റ്റ് സപ്ലിമെൻറ്റേഷൻ വരുന്നത് ആക്റ്റീവ് വൈറ്റമിൻ ഡി അനലോഗ്സുകൾ കൊടുക്കാം. അതിന് എക്സാമ്പിൾ വരുന്നത് കാൽസിട്രിയോളും അതുപോലെ തന്നെ ഇറാഗോ കാൽസിഫെറോളാണ്. ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കാൽസ്യം അബ്സോർപ്ഷനും അതുപോലെ തന്നെ PTHൻ്റെ ലെവൽസിനെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വരുന്നത് ഫാർമക്കോളജിക്കൽ മാനേജ്മെൻ്റ് ആണ്. ഫാർമക്കോളജിക്കൽ മാനേജ്മെൻറ്റിൽ വരുന്നത് ഫോസ്ഫേറ്റ് ബൈൻഡേഴ്സ് ആണ് വരുന്നത്. ഇതിൻ്റെ മെക്കാനിസം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡയറ്ററി ഫോസ്ഫറസിനെ നമ്മൾ ഈ ഒരു ഫോസ്ഫേറ്റ് ബൈൻഡേഴ്സ് ബൈൻഡ് ചെയ്തിട്ട് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്റ്റിനുള്ളിൽ ബൈൻഡ് ചെയ്തിട്ട് അബ്സോർപ്ഷനെ കുറയ്ക്കുക എന്നുള്ളതാണ്. ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? ടൈപ്പ് ബേസ്ഡ് ബൈൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാൽസ്യം അസറ്റേറ്റും കാൽസ്യം കാർബണേറ്റും ആണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള കാൽസ്യം നമ്മുടെ ശരീരത്തിന് കൊടുക്കും. പക്ഷേ എന്നിരുന്നാലും നമുക്ക് വളരെ ജാഗ്രതയോട് കൂടിയിട്ട് നമ്മുടെ ഹൈപ്പർ കാൽസ്യമia കണ്ടീഷനെ കുറയ്ക്കുന്നു.
നെക്സ്റ്റ് വരുന്നത് നോൺ കാൽസ്യം ബൈൻഡേഴ്സ് ആണ്. അത് വരുന്നത് സെവേലമർ, അതുപോലെ തന്നെ ലാൻതാനം ഒക്കെയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇതും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ആണ്. ദാറ്റ് ഡു നോട്ട് കോൺട്രിബ്യൂട്ട് ടു കാൽസ്യം ലോഡ്. നെക്സ്റ്റ് വരുന്നത് വൈറ്റമിൻ ഡി റിസപ്റ്റർ അഗോണിസ്റ്റ് ആണ്. ഇതിൻ്റെ റോൾ എന്ന് പറയുന്നത് ആക്റ്റീവ് ഫോം ഓഫ് വൈറ്റമിൻ ഡി സച്ചസ് കാൽസിട്രിയോൾ ഓർ ന്യൂ ഏജൻറ്റ്സ് ലൈക്ക് പാരികാൽസിട്രിയോൾ ആൻഡ് ഡോക്സർകാൽസിഫെറോൾ ഹെൽപ്പ് ഇൻക്രീസ് ഇൻറ്റസ്റ്റൈനൽ അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം ആൻഡ് സപ്രസ് PTH പ്രൊഡക്ഷൻ. അപ്പോൾ നമുക്ക് ആക്റ്റീവായിട്ടുള്ള ഫോംസ് വൈറ്റമിൻ ഡി ആയിട്ടുള്ള കുറച്ച് ഫോംസ് പറഞ്ഞിട്ടുണ്ട്. അത് എന്ത് ചെയ്യാണ്, നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ അബ്സോർപ്ഷനെ ഇൻക്രീസ് ചെയ്യിപ്പിച്ചിട്ട് നമ്മുടെ കാൽസ്യം അബ്സോർപ്ഷനെ എന്ത് ചെയ്യുന്നു, കാൽസ്യത്തിന് എന്താണ് ഇൻറ്റസ്റ്റൈനൽ അബ്സോർപ്ഷൻ കൂട്ടുകയും അതുപോലെ തന്നെ PTHൻ്റെ പ്രൊഡക്ഷനെ സപ്രസ് ചെയ്യുകയും ചെയ്യുന്നു. അതിൻ്റെ മോണിറ്ററിങ് എന്തൊക്കെയാണ് വരുന്നത്? റെഗുലർ ആയിട്ടുള്ള മോണിറ്ററിങ് നമുക്ക് കാൽസ്യം, അതായത് കാൽസ്യം, ഫോസ്ഫറസ്, PTHൻ്റെ ലെവൽസൊക്കെ നമ്മൾ റെഗുലറായിട്ട് ലാബിൽ പോയിട്ട് നമ്മൾ ചെക്ക് ചെയ്യാം. പിന്നെ വരുന്നത് കാൽസി മിമെറ്റിക്സ് ആണ്. കാൽസി മിമെറ്റിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഡിക്കേഷൻ എന്താണ്? ഏജൻറ്റ്സ് ലൈക്ക് സിനാകാൽസെറ്റ് ക്യാൻ ബി used in case of severe secondary hyperparathyroidism to lower PTH levels by mimicking the action of calcium on the parathyroid gland. അതായത് നമുക്കിപ്പോൾ എന്താണ് പാരാതൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്നുള്ള കാൽസ്യത്തിൻ്റെ പ്രവർത്തനത്തിന് നമുക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് ഹൈപ്പർ പാരാതൈറോയിഡ്സത്തിൻ്റെ കേസുകളിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനാകാൽസെറ്റ് പോലുള്ള ഏജൻറ്റുകൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് മോണിറ്ററിങ് ആൻഡ് ഫോളോ അപ്പ് ആണ്. റെഗുലറായിട്ടുള്ള ലബോറട്ടറി അസസ്മെൻറ്റുകൾ നമ്മൾ ചെയ്യുക. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാരാമീറ്റേഴ്സ് പറഞ്ഞിരിക്കുന്നത് സിറം കാൽസ്യം, ഫോസ്ഫറസ്, PTH, വൈറ്റമിൻ ഡി ലെവൽസ് റെഗുലറായിട്ടുള്ള ഇൻ്റർവെൽസിൽ, അതായത് മെയിനായിട്ട് വരുന്നത് എവറി 3 months അല്ലെങ്കിൽ മോർ ഫ്രീക്വൻ്റ്ലി ഇഫ് അൺസ്റ്റേബിൾ, നമ്മുടെ ശരീരത്തിൽ അൺസ്റ്റേബിൾ ആയിട്ട് വരുന്ന കണ്ടീഷനിൽ എന്തായാലും ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ ഗോൾ ലെവൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര അളവിലേക്ക് വരെ എത്തിക്കണം. കാൽസ്യം എന്ന് പറയുന്നത് 8.4 മുതൽ 9.5 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിലേക്കും, ഫോസ്ഫറസ് 3.5 to 5.5 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ, PTH 150 to 300 PG പെർ മില്ലി ലിറ്റർ എന്നുള്ള കണ്ടീഷനിലേക്കും ആക്കാം. നെക്സ്റ്റ് വരുന്നത് ബോൺ ഡെൻസിറ്റി അസസ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. ഇതിന് ഇൻഡിക്കേഷൻ വരുന്നത് നമ്മൾ ബോൺ ഡെൻസിറ്റി അസസ്മെൻറ്റിൽ ബോൺ ഡെൻസിറ്റി സ്കാനുകൾ നമ്മൾ ചെയ്യുക. ആസ് ക്ലിനിക്കലി ഇൻഡിക്കേറ്റഡ് ടു അസസ് ബോൺ ഹെൽത്ത് ആൻഡ് റിസ്ക് ഓഫ് ഫ്രാക്ചർ particularly in patient with advanced CKD or those receiving long-term glucocorticoids. അതായത് നമുക്ക് CKD പേഷ്യൻസിന് എന്തിനുള്ള സാധ്യതയുണ്ട്, നമുക്ക് ബോൺ ഫ്രാക്ചേഴ്സ് അല്ലെങ്കിൽ ബോൺ നശിച്ചു പോകാനൊക്കെ ആയിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബോൺ ഡെൻസിറ്റി സ്കാനുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ വരുന്നത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ്. ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ വെയ്റ്റ് ബിയറിങ് എക്സസൈസുകളൊക്കെ ചെയ്യുന്നത് വഴി നമുക്ക് ബോൺസിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ശരീരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ സാധിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ വീഴ്ചകളൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫ്രാക്ചേഴ്സൊക്കെ കുറയ്ക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് അവോയ്ഡൻസ് ഓഫ് സ്മോക്കിംഗ് ആൻഡ് എക്സസീവ് ആൽക്കഹോൾ. അതായത് ഇതിൻ്റെ ഇമ്പാക്റ്റ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുകവലിക്കും അതുപോലെ തന്നെ ധാരാളം മദ്യപിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ബോൺ ഹെൽത്തിനെ അത് ബാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേഷ്യൻറ്റ് ഷുഡ് ബി അഡ്വൈസ്ഡ് ടു ക്വിക്ക് സ്മോക്കിംഗ് ആൻഡ് ലിമിറ്റ് ആൽക്കഹോൾ കൺസംഷൻ. നമ്മൾ ഇതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്മോക്കിങ്ങും അതുപോലെ തന്നെ ആൽക്കഹോൾ കൺസംഷനും കുറയ്ക്കുക. നെക്സ്റ്റ് പറയുന്നത് പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ. പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. നമ്മുടെ പേഷ്യൻസിന് നമ്മൾ കഴിക്കേണ്ട ഫുഡിനെ കുറിച്ചൊക്കെയുള്ള ഒരു ധാരണ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറ്ററി റെസ്ട്രിക്ഷൻ എന്തുകൊണ്ട് നമുക്ക് നൽകി എന്നുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് കൊടുക്കുന്ന മെഡിസിൻസിനെ കുറിച്ചിട്ടും അവർക്ക് റെഗുലറായിട്ട് ഒരു എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ റെക്കഗ്നൈസിങ് സിംറ്റംസും പേഷ്യൻസിനെ നമ്മൾ പഠിപ്പിക്കണം. എന്ത് പഠിപ്പിക്കണം? അതായത് ഏതൊക്കെ സിംറ്റംസ് വരുമ്പോഴാണ് നമുക്ക് ഓരോരോ പ്രശ്നങ്ങൾ വരുന്നത്, ഏതൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് ഓരോരോ സിംറ്റംസിന് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മളവരെ പഠിപ്പിക്കേണ്ടതാണ്. ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്തിൽ വരുന്നത്.